നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു സുധിക്ക് തിരക്കോട് തിരക്കായിരുന്നു. ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിംഗും ഒക്കെയായി രേണുവിന് ഇപ്പോൾ നിന്ന് തിരിയാൻ നേരമില്ല. അതുപോലെ തന്നെ രേണുവിനെതിരെ വരുന്ന വിമർശനങ്ങൾക്കും ഒട്ടും കുറവില്ല. സോഷ്യൽ മീഡിയ താരം രേണു സുധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും തർക്കങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയെ ഉള്ളത്. കാരണം കൊല്ലം സുധിയുടെ മരണശേഷം രേണു സുധിക്കും മക്കൾക്കും ഇഷ്ടദാനമായി ലഭിച്ച സ്ഥലവും വീടുമാണ് ഇപ്പോൾ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. രേണുവിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ബിഗ് ബോസിൽ നിന്ന് പോസിറ്റീവായി ഇറങ്ങിയ രേണു ഇപ്പോൾ വിവാദ പരാമർശങ്ങളുടെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായും വീട് നിർമ്മിക്കാൻ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പിനെയും വീട് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ഫിറോസിനെയും കുറ്റപ്പെടുത്തി സംസാരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന് വിശേഷിപ്പിച്ചതോടെ പ്രശ്നങ്ങൾ വഷളമായി തുടങ്ങി. വീടിന്റെ തകരാറുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഫിറോസുമായും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴത്തെ ബിഷപ്പിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെ രേണുവിനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ബിഷപ്പിനെതിരെയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഭൂമി ഇഷ്ടദാനം നൽകിയത് ക്യാൻസൽ ചെയ്യുമെന്നാണ് ബിഷപ്പ് നൽകിയ നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകുന്നത്. 7 ദിവസത്തിനകം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് ബിഷപ്പിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യത്തോട് രേണു അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനും വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. രേണുവിന്റെ അതിരുവിട്ട അധിക്ഷേപ പരാമർശങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്ന വിലയിരുത്തലുകളാണ് പല യൂട്യൂബർമാരും പങ്കുവച്ചത്. രേണുവും കുടുംബവും താമസിക്കുന്ന വീട് നഷ്ടമാകുമോ എന്ന ആശങ്ക ഇതിനകം ഉയർന്നിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമ നടപടികളിലൂടെ ഇഷ്ടദാനം റദ്ദാക്കാൻ കഴിയും. ബിഷപ്പ് നോട്ടീസ് അയച്ച സമയത്ത് രേണു ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലായിരുന്നു. നാട്ടിൽ നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് അറിയില്ലെന്നാണ് ബഹ്റൈനിൽ നിന്ന് എത്തിയ രേണു പറയുന്നത്. വിവാദങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച രേണുവിന്റെ മറുപടി ഇതായിരുന്നു. ക്രൈം ഫയൽ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ ഫാദർ ക്ലമന്റ് കാളിയാർ പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നതെന്നും എന്റെ പിഴ എന്റെ മാത്രം പിഴ എന്നുമാണ് രേണു പറഞ്ഞത്. ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങിയപ്പോൾ ഒരു ചേച്ചി വിളിച്ചു. മോളെ കിച്ചു ഇറക്കി വിട്ടോ എന്ന് ചോദിച്ചാണ് ആ ചേച്ചി കരഞ്ഞത്. ചേച്ചി എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ഈ സമയത്ത് തന്നെ കിച്ചു അമ്മ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു വിളിച്ചു. ഒരു വിവാദം നടക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നത്, പോകാൻ പറ എന്നാണ് കിച്ചു പറഞ്ഞത്. വീട് തിരിച്ചു കൊടുക്കാൻ ബിഷപ്പ് നോട്ടീസ് അയച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിന്റെ മറുപടി ഇതായിരുന്നു. വീട് തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഇനി വേണം വിശദമായി അന്വേഷിക്കാൻ. വിവാദം നടക്കുന്നുവെന്ന് അറിഞ്ഞിരുന്നു, പക്ഷെ എന്താണ് സംഭവം എന്ന് അറിയില്ലായിരുന്നു. ഇവിടെ നിന്ന് പോയാൽ കുറച്ചുനാൾ സമാധാനം ഉണ്ടാകുമല്ലോ എന്നാണ് ഞാൻ ഓർത്തത്. അവിടെ ചെന്നപ്പോൾ അതിലും വലിയ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആകെ ടെൻഷനിലാണ് രേണു കൂട്ടിച്ചേർത്തു. അതേസമയം ഈ വിഷയത്തിൽ നിരവധി പേർ പ്രതികരിച്ചെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫും രംഗത്ത് വന്നിരിക്കുകയാണ്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ. ന്യൂസ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന കോമഡി ഷോയിൽ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു കൊല്ലം സുധി. അതിൽ ഏറ്റവും മൂല്യമുള്ള താരമായിരുന്നു. ആ ഷോയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നല്ലോ അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ പെട്ട് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗം എല്ലാവരിലും വേദനയും ഞെട്ടലും ഉണ്ടാക്കിയിരുന്നു. അന്ന് സുധിയുടെ ഭാര്യ രേണു സുധി ഒരു കൈക്കുഞ്ഞുമായി ജീവിതം ഇനി എങ്ങനെ എന്ന ചോദ്യത്തിന് മുൻപിൽ നിസ്സഹായമായി പകച്ചു നിൽക്കുന്ന ദയനീയ കാഴ്ച ഇന്നും ആരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ സുധിയുടെ കുടുംബത്തെ അനാഥമാക്കാൻ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനവുമായി അവരെ സഹായിക്കാൻ സുധിയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിരവധി പേർ മുന്നോട്ട് വന്നു. മാധ്യമരംഗത്തെ മനുഷ്യസ്നേഹിയായ ഫ്ലവേഴ്സ് ചാനലിലെ MD ശ്രീകണ്ഠൻ നായർ അന്ന് അവിടുത്തെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് ഒരു കുടുംബനാഥനെ പോലെ എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടത്തുകയാണ് ഉണ്ടായത്. കൂടാതെ അദ്ദേഹം കുട്ടികളുടെ പഠനകാര്യങ്ങൾ നോക്കാമെന്നും അവർക്കൊരു വീട് നിർമ്മിച്ചു നൽകാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും ഉറപ്പ് കൊടുത്തു. സ്റ്റാർ മാജിക്കിലെ പല താരങ്ങളും അവർക്കാകും വിധം അന്ന് ആ കുടുംബത്തെ സഹായിച്ചു. അതിൽ എടുത്തു പറയേണ്ടത് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യമാണ്. ലക്ഷ്മി നക്ഷത്രയുടെ സഹായവും സമീപനവും അന്ന് അവർക്ക് വലിയൊരു ആശ്വാസമാണ് പകർന്നത്. പിന്നെ അങ്ങോട്ട് സഹായങ്ങളുടെ ഒരു പെരുമഴ കാലമായിരുന്നു. സുധിയുടെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും സന്നദ്ധ സംഘടനകളും സുധിയുടെ സഹപ്രവർത്തകരായ മിമിക്രിക്കാർ അടക്കം സഹായങ്ങളുമായി എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവരുടെ വിഷമഘട്ടങ്ങളെല്ലാം തരണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു ജോലി കൊടുക്കാമെന്ന് ശ്രീകണ്ഠൻ നായർ വാഗ്ദാനം ചെയ്തു. അവരുടെ ജീവിതം സുരക്ഷിതമാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള വഴി ഒരുക്കലായിരുന്നു. എന്നാൽ അത് അവർ സോഷ്യൽ മീഡിയയിൽ സജീവമായി റീൽസിലും മറ്റും പ്രത്യക്ഷപ്പെട്ടു. കൂടാതെ അഭിനയ രംഗത്തേക്കും കടന്നു. ആ സമയത്ത് സൈബർ ഇടങ്ങളിൽ അവരെ പലരും കോമാളി കഥാപാത്രമായി അവതരിപ്പിച്ചു. അത്തരത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും അവർ പാത്രമായി. അതിലൊന്നും അവർ പതറിയില്ല, പരിഭവിച്ചുമില്ല. അതിനെയൊക്കെ അവർ സധൈര്യം നേരിട്ടു. അത്തരത്തിലൊരു നെഗറ്റീവ് ഇമേജ് നിലനിന്നിരുന്ന സമയത്താണ് രേണുവിന്റെ ബിഗ് ബോസിലേക്കുള്ള കടന്നുവരവ്. അവിടെയാകട്ടെ അധിക്ഷേപങ്ങൾ പലതും നേരിട്ട് മുഖധാവിൽ കേൾക്കേണ്ടി വന്നു. ഡാങ്കിരിയെ പോലെ ഉണ്ടെന്നും മുഖം പിടിച്ച് ഭിത്തിയിൽ ഉരയ്ക്കണമെന്നും കൂടാതെ ഏറ്റവും നികൃഷ്ടമായ ഒരു പേരും അവർക്ക് ചാർത്തി കൊടുത്തു. സെപ്റ്റിക് ടാങ്ക് എന്ന് സഹമത്സരാർത്ഥി പറഞ്ഞു. രേണുവിന്റെ മുഖം കാണുമ്പോൾ തൂ എന്ന് ആട്ടാൻ തോന്നുമെന്ന്. ഇതെല്ലാം കേട്ടും സഹിച്ചും അവരോട് മറുപടി ഒന്നും പറയാതെ
അവിടെ ഇരുന്ന് സ്വയം കരഞ്ഞു പറഞ്ഞത് നാം കേട്ടതല്ലേ. ഞാനൊരു സ്ത്രീയല്ലേ, ഒരു അമ്മയല്ലേ, ഒരു വിധവയല്ലേ എന്നൊക്കെ ഇത് കണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ അവരോട് സ്നേഹവും സഹതാപവും അനുകമ്പയും ഒക്കെ തോന്നി തുടങ്ങി. അവർക്ക് വേണ്ടി ബിഗ് ബോസിന് പുറത്തും പലരും ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനലിൽ ഒരു എപ്പിസോഡും ചെയ്തു. 167ാമത്തെ എപ്പിസോഡ്. ആ എപ്പിസോഡിന്റെ തംബ്നെയിൽ ഓമനപ്പേര് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു. ആ എപ്പിസോഡ് കണ്ട 95% ആൾക്കാരും രേണുവിനോട് അനുഭാവപൂർവ്വമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. 34 ദിവസത്തെ ബിഗ് ബോസ് ജീവിതം അവരെ അടിമുടി മാറ്റിമറിച്ചു. അങ്ങനെ 34 ദിവസത്തെ ബിഗ് ബോസ് ജീവിതം അവർക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം ലഭിക്കാൻ ഇടയാക്കി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് വലിയൊരു തുക പ്രതിഫലമായി കിട്ടുകയും പുറത്തിറങ്ങി അവർക്ക് സെലിബ്രിറ്റി പട്ടം ചാർത്തപ്പെടുകയും ചെയ്തു. പിന്നീട് അവരുടെ രൂപത്തിലും ഭാവത്തിലും അപ്പാടെ മാറ്റം വരുത്തി, അടിമുടി മാറ്റം. വലിയൊരു മേക്ക് ഓവറിന് അവർ വിധേയരായി. സ്കിൻ കളറിലും ഹെയർ സ്റ്റൈലിലും ദന്ത സൗന്ദര്യവും ഡ്രസ്സിങ്ങിലെ സ്റ്റൈലും ഒക്കെ നല്ല പണം ചെലവഴിച്ചുള്ള ചേഞ്ച് ഓവറുകൾ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് രേണുവിന്റെ തിരക്കുകളുടെ നാളുകളായിരുന്നു. ഉദ്ഘാടനങ്ങളും വിദേശ യാത്രകളും ഒക്കെയായി സന്തോഷത്തിന്റെ ദിനങ്ങൾ. അവരുടെ ഈ മാറ്റത്തിനും ഉയർച്ചയിലും അവരുടെ അഭ്യുതകാംക്ഷികളായ എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. ഒരു അപരയായ സ്ത്രീ പൊരുതി നേടിയ വിജയമാണെന്ന് പറഞ്ഞ് പലരും അവരെ പ്രശംസിച്ചു. ഇനി നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കാം. സുധിയുടെ മരണശേഷം സുധിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായ ഒരു വീട് എന്ന ആഗ്രഹം സഫലമാക്കുവാനായി ശ്രീകണ്ഠൻ നായർ മുൻകൈയെടുത്തു. ആദരണീയനായ ബിഷപ്പ് നോബൽ ഫിലിപ്പ് തന്റെ കുടുംബസ്വത്തിൽ നിന്നും തൃക്കൊടിത്താനത്തുള്ള കണ്ണായ 7 സെന്റ് സ്ഥലം നൽകുകയും അതിൽ KHTC എന്ന സന്നദ്ധ സംഘടനയുടെ സാരഥിയായി ഫിറോസ് വീട് വെച്ച് നൽകുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് 7 സെന്റ് സ്ഥലവും ഒരു വീടും വേണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സുധി എന്ന കലാകാരനോടുള്ള ഇഷ്ടവും സ്നേഹവും മാത്രമല്ല, ആ കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് ബിഷപ്പിന്റെയും ഫിറോസിന്റെയും മഹത്തായ സംഭാവനയായിരുന്നല്ലോ സുധിയുടെ കുഞ്ഞുങ്ങൾക്കായി നൽകിയ ആ വസ്തുവും അതിൽ പണികഴിപ്പിച്ച ആ വീടും. എന്നാൽ ആ കരുണ കാണിച്ച ആ വലിയ മനസ്സിന്റെ ഉടമകൾ ഇന്ന് അവരുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് വിലപിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഗുണ്ടകളെ പേടിച്ച് ജീവനിൽ ഭയന്ന് കഴിയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. 7 സെന്റ് സ്ഥലം ദാനം ചെയ്ത ആദരണീയനായ ബഹുമാന്യനായ ഒരു ബിഷപ്പാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിക്കായിരിക്കും. ഒരു പിതാവാണ് ഗുരുതരമായ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വീട് വെച്ച് നൽകിയത് മുതൽ ആരംഭിച്ചതാണ് രേണു സുധിയുടെ ഈ കുറ്റപ്പെടുത്തലുകൾ. ആദ്യമൊക്കെ ആരും അതത്ര കാര്യമാക്കിയില്ല. എന്നാൽ ആ കുറ്റപ്പെടുത്തലുകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണമാണ് ഉണ്ടായത്. അത് ആ വീട് വെച്ച് നൽകിയ സംഘടനയുടെ ക്രെഡിബിലിറ്റിയെയും നിലനിൽപ്പിനെയും സാരമായി ബാധിക്കും വിധമായിരുന്നു. അതിനെതിരെ ആ സംഘടനയുടെ മേധാവി ഫിറോസ് രംഗത്ത് വന്നിരുന്നുവല്ലോ. പിന്നീട് അങ്ങോട്ട് കുറെ നാളുകൾ രേണു സുധിയും ഫിറോസും ചില യൂട്യൂബേഴ്സും തമ്മിൽ ഇതിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളുടെ പ്രത്യാരോപണങ്ങൾ അരങ്ങേറി. അതിനൽപ്പം ശമനമുണ്ടായപ്പോൾ അതാ വരുന്നു ബിഷപ്പിന് നേരെ. ബിഷപ്പ് പറയുന്നു, ആ സമയത്ത് യാതൊരു പരിചയമില്ലാത്ത ഒരു വാഹനം എന്റെ വാതിൽ നിന്ന് നേരെ വന്നു നിർത്തിയിട്ട് ആചാരബാഹുക്കളായ 2 മനുഷ്യരിറങ്ങി എന്റെ ഫോട്ടോ എടുത്തതിനു ശേഷം നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് കാർ വിട്ടുപോയി. ഞാൻ ചെയ്ത ഒരു നന്മ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നത് മാത്രമാണ്. അതിനുവേണ്ടി അവരുടെ സുഹൃത്തുക്കളും അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. എന്നെ കൊലപ്പെടുത്തുവാൻ 2-3 തവണ ഇവിടെ ആളുകൾ വന്നു. ഞാൻ പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. എന്റെ ജീവന് ഭീഷണിയുണ്ട്. നമ്മളൊക്കെ സ്നേഹിച്ചിരുന്ന രേണു സുധിയെക്കുറിച്ച് ഒരു ആദരണീയനായ വ്യക്തി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. രേണു സുധിയിൽ പെട്ടെന്നുണ്ടായ ഉയർച്ചയോടൊപ്പം വന്ന മാനസിക പരിവർത്തനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ആൽപി അഷ്റഫ് പറയുന്നു.